പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈന്തപ്പഴം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുളിങ്കറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുകയെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഈന്തപ്പഴം കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ അടിയിൽ നിരന്ന് കിടക്കുന്ന രീതിയിൽ അല്പം വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു വിസിൽ വരുന്നത് വരെയാണ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് ഒരു വിസിലൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈന്തപ്പഴമൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. എന്നാലാണ് നമ്മുടെ പുളിങ്കറിക്ക് നല്ലൊരു കൊഴുപ്പുണ്ടാവുള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ട വാളംപുളി ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ നീരൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കരയാണ്. അപ്പോൾ 2 അച്ചോളം ശർക്കര ഞാനിവിടെ ഉരുക്കാനായിട്ട് വച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശർക്കരയെ നമ്മുടെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പുളിങ്കറി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നെയ്യാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി അതൊക്കെ ഒന്ന് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഈ സമയം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പൊന്ന് ഓഫ് ചെയ്ത ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതിലേക്ക്. എന്നിട്ട് വീണ്ടും അടുപ്പൊന്ന് ഓണാക്കി അതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ച വാളംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഉരുക്കി വെച്ച ശർക്കര പാനിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പുളിയും ശർക്കരയൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമ്മൾ നേരത്തെ വേവിച്ചുടച്ച് വെച്ചിരുന്ന ഈന്തപ്പഴം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നെയ്ച്ചോറിൻ്റെയും ബിരിയാണിയുടെയൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഈന്തപ്പഴം പുളിങ്കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ആ ഈന്തപ്പഴം മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുറുകി വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഈന്തപ്പഴം പുളിങ്കറി തണുത്ത് കഴിയുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ പുളിങ്കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.